കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്തുന്നതിനും ഈ മേഖലകളിൽ ഫെൻസിംഗ് പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കുവാനും തീരുമാനം. ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി കവളങ്ങാട് പഞ്ചായത്തിലെ അള്ളുങ്കലിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. ഫെൻസിംഗിന്റെ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ നിലവിൽ ഈ പ്രദേശത്ത് തമ്പടിച്ചിട്ടുള്ള കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ യോഗം വിശദമായി ചർച്ച ചെയ്തു. വനംവകുപ്പിന്റെയും പ്രദേശവാസികളുടെയും സഹകരണത്തോടെ അടുത്ത ദിവസം തന്നെ നിലവിലുള്ള ആനകളെ മേഖലയിൽ നിന്നും തുരത്തുന്നതിന് യോഗം തീരുമാനിച്ചു. ഫോറസ്റ്റ്, റവന്യൂ, പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യവകുപ്പ് എന്നിവർ സംയുക്തമായാണ് ദൌത്യം നിർവഹിക്കുന്നത്. ഇതിന്റെ തുടർച്ചയിൽ നിലവിൽ അനുവദിച്ചിട്ടുള്ള ഫെൻസിംഗിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ ആരംഭിക്കുമെന്നും ആന്റണി ജോൺ MLA പറഞ്ഞു. അള്ളുങ്കൽ കത്തോലിക്ക പള്ളി പാരിഷ് ഹാളിൽ ചേർന്ന ജനകീയ സദസ്സ് ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. 5-ാം തീയതി ഒരു ആദ്യ ശ്രമം എന്നുള്ള നിലയിൽ ഒരു അറ്റംപ്റ്റ് നമ്മൾ നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഇപ്പോൾ കോതമംഗലത്ത് തന്നെ 5 പഞ്ചായത്തുകളിൽ, കവളങ്ങാട് ഉൾപ്പെടെ 5 പഞ്ചായത്തുകളിൽ ഏറെയും കുറഞ്ഞ വന്യമൃഗശല്യം ഇപ്പം നിൽക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സാധ്യതയ്ക്കനുസരിച്ച് നമ്മൾ പല മേഖലകളിൽ ഇപ്പോൾ പ്രതിരോധ മാർഗങ്ങൾ, അത് ട്രെഞ്ച്, ഫെൻസിങ് അടക്കമുള്ള പ്രതിരോധ മാർഗങ്ങൾ അതിൻ്റെ ചില സ്ഥലത്ത് വർക്കുകൾ ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട്. മറ്റ് ചില സ്ഥലങ്ങളിൽ അതിന്റെ സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കി വരികയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് CB മാത്യു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റേഞ്ച് ഓഫീസർ ടോമി അരഞ്ഞാണി, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ, പഞ്ചായത്ത് അംഗങ്ങളായ സുഹറ ബഷീർ, രാജേഷ് കുഞ്ഞുമോൻ, കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് യാസർ മുഹമ്മദ്, CPI മണ്ഡലം പ്രസിഡന്റ് PT ബെന്നി, അഭിലാഷ് രാജ്, KK ശശി, MA കരീം, കർഷക സംഘടന പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.